രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടവേളകളിലായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ഒരേ പാറ്റേണിലുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഇവിടെ ശക്തമായിരുന്നു. അതായത് പരാതിക്കാരിയെ പോലും അറിയാതിരുന്ന സമയത്ത് ചില ചാറ്റുകളും വോയിസുകളും വെച്ചിട്ട് ചാനലുകൾ ആഘോഷിക്കുകയും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയും പിന്നെ KPCC പ്രസിഡന്റിന് അദ്ദേഹത്തിന് മെയിൽ വഴി ആരാണെന്നറിയാത്ത പരാതി ആ പരാതി DGPക്ക് കൊടുക്കുക. ഇങ്ങനെ പല തരത്തിലുള്ള നാടകങ്ങൾ ഇവിടെ രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചാനലുകൾ ഏറെ ആഘോഷിച്ചു. ഈ നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് മറ്റൊരു സ്ത്രീ ഇതുപോലെ ഒരു CPM മുൻ MLAയുമായി ബന്ധപ്പെട്ട് ഇത് ഒരു ലൈംഗിക അതിക്രമ പരാതി കൊടുത്തിരുന്നു. ചേച്ചി അതിപ്പോ തീവ്രത കുറഞ്ഞതായിരിക്കണം. പക്ഷെ ആ പരാതിയെ കുറിച്ച് ഇവിടെ ആർക്കും ചർച്ച ചെയ്യേണ്ട, ചാനലുകൾക്ക് ചർച്ച ചെയ്യേണ്ടായിരുന്നു. ഇവിടെ അവൾക്കൊപ്പം എന്ന് ഹാഷ്ടാഗോടുകൂടി സ്വന്തം പ്രൊഫൈലുകളിൽ വരെ അവൾക്കൊപ്പം എന്ന് എഴുതിയ ഏതവൾക്കൊപ്പമാണെന്ന് അവർക്കേ അറിഞ്ഞുകൂടാ. അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പൊതുപരിപാടികളിൽ ചായ കുടിക്കുന്ന കപ്പിൽ പോലും ഇരയ്ക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ PR വർക്കുകൾ ചെയ്യുന്നു. ഇതെല്ലാം ഇവിടെ ആഘോഷിക്കുന്ന സമയത്താണ് ആ സ്ത്രീയുടെ പരാതി ഇവിടെ ആരും ആഘോഷിച്ചില്ല. അയാൾക്കെതിരെ മുൻ CPM MLAക്കെതിരെ ആരും നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോ ഇതിൽ ഒരു വേർതിരിവ് ഈ കേരളം ശ്രദ്ധിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായും ശ്രദ്ധിക്കുന്നതാണ് ചേച്ചി. കാര്യം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ കോൺഗ്രസ് വളരെ മാതൃകാപരമായ നിലപാടെടുത്തു. ഇതിനൊക്കെ അപ്പുറം CPM ആണ് ആ വിഷയത്തെ ഏറ്റവും കൂടുതൽ കത്തിച്ചത്. നമ്മളൊരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണല്ലോ. CPMൽ എത്ര MLAമാരുടെ പേരിലാണ് ആരോപണമുള്ളത്? അവരിപ്പോഴും പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. ആ ഒരു സമയത്ത് എനിക്കൊന്ന് രാഹുലിന്റെ വിഷയം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പരാതിക്കാരി വരുന്നത്. അന്നൊന്ന് ഈ വിഷയം വളരെ മാധ്യമങ്ങൾ പോലും വലിയ ചർച്ചയ്ക്കെടുത്തില്ല. അല്ല, അവരിപ്പോ വീണ്ടും സജീവമായി ആവശ്യം, ഞാൻ അതിജീവിതയല്ല, എന്നെ വിളിക്കണ്ട, എന്റെ പേര് ആശ എന്ന്. ഞാൻ അതാണ് പറയുന്നത്. അവരിന്ന് മലയാള മനോരമയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലേഖനം, ഒരു എഡിറ്റോറിയൽ പോലെ. ഇരയും അതിജീവിതയും അല്ല ഞാൻ, ആശ, അപമാനിച്ചത് കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ കാണിച്ച ആർജവമാണ് ഓരോ പെൺകുട്ടികളും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും കാണിക്കേണ്ടത്. ഒരാളെ, അതിപ്പോ റേപ്പ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മോശമായ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നീട് അവൾ ഇരയാണ് അല്ലെങ്കിൽ അതിജീവിതയാണ്. ഒരു സ്ഥലത്തും അവളുടെ പേര് പറയാനോ വെളിപ്പെടുത്താനോ തയ്യാറാകില്ല. അവരുടെ തെറ്റുകൊണ്ടല്ല അവർക്ക് മോശം ഒരു അനുഭവം ഉണ്ടായത്. അതിന്റെ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഈ അതിജീവിത എന്നും ഇരയെന്നും അവരുടെ പേര് ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തതിന്റെയൊക്കെ കാരണം മുൻപ് ഇതുപോലെ ശ്രദ്ധേയമായ കേസുകളായിരുന്നു. സൂര്യനെല്ലി ഉൾപ്പെടെയുള്ള ചില കേസുകൾ, പ്രമാദമായ മറ്റു കതിരൂർ അങ്ങനെ ചില കേസുകളുണ്ടല്ലോ. VIP തന്നെ അതിൽ പ്രതികളായിട്ടുള്ള കേസുകളായിരുന്നു. ഇത്തരം കേസുകളിൽ ഇപ്പൊ അതിന് ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പേര്, പെൺകുട്ടിയുടെ പേര് പുറത്തറിഞ്ഞാൽ ഈ നമ്മുടെ സമൂഹം എന്താണ് അവരോടെടുക്കുന്ന ഒരു സമീപനം, ആ പെൺകുട്ടി ഒരു സിമ്പതി അവരെ കാണാൻ വേണ്ടിയിട്ട് അവർ എന്തുമാത്രം ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ സമൂഹം ഇതാണ് ആ സൂര്യനെല്ലി പെൺകുട്ടി അവർക്ക് എവിടെ ജോലി കിട്ടി ആ ഓഫീസിൽ പോകുമ്പോൾ ആൾക്കാർ വന്ന് ഇങ്ങനെ ജനലിലൂടെ നോക്കിയിട്ട് പോകുന്ന ഇങ്ങനെ, അതായത് ഏതോ ഒരു വിശിഷ്ട വസ്തുവിനെ കൊണ്ട് വെച്ചേക്കുന്ന മട്ടിൽ ആൾക്കാർ വന്ന് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വന്ന് നോക്കിയിട്ട് പോകുന്നു. അതൊക്കെ അവർക്ക് മാനസികമായി കൊടുക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം അത് നമ്മളെ തന്നെ അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഐഡന്റിറ്റിയിൽ ആൾക്കാർ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി വന്ന് നോക്കുന്നു. അത് സിമ്പതിയുടെ പേരിലാവട്ടെ. ഇപ്പൊ അതിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ആ സൂര്യനെല്ലി പെൺകുട്ടിക്ക് രക്ഷപ്പെട്ടുകൂടാ എന്നൊക്കെ ചോദിക്കുന്നത്, അത് അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയില്ലേ, ആ രീതിയിൽ. അതല്ലെങ്കിൽ അവർക്ക് ഈ നോട്ടമൊക്കെ എനിക്ക് പുല്ലാണ് എന്ന മട്ടിൽ ചിന്തിക്കാൻ അവർക്കാവണം. സൗവർണയ്ക്ക് ഒരു കറിയാറ് ഗോവിന്ദച്ചാമിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേരളത്തിലില്ലേ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത്, അപ്പൊ അവർക്ക് അതിനെ എങ്ങനെ ഓരോരുത്തരും ഇത്ര ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അത് എങ്ങനെ അവരെ ബാധിക്കും, അതിൽ നിന്ന് അതിജീവിക്കാൻ തന്നെ അവർക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോഴാണ് ഈ ആൾക്കാരുടെ പെരുമാറ്റം. അതുകൊണ്ടാണ് അതിജീവിത എന്നും പറയുന്നത്. അതിജീവിത എന്നോ ഇരയെന്നോ പറയുന്നതിൽ പ്രശ്നമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. അതിപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിജീവിത അല്ലെങ്കിൽ ഒരു ഇരയായ ആൾ, ഞാനാണ് ശരിക്കും ഇര എന്നിപ്പോ പറയാറില്ല ആരും. കാരണം ഇരയല്ല, കാരണം പണ്ടത്തെ സിനിമകളിലെല്ലാം ഒരു റേപ്പ് നടന്നു കഴിയുമ്പോൾ ആ നായിക അല്ലെങ്കിൽ നടിയുടെ ക്യാരക്ടർ പറയുന്നത്, ഞാൻ നശിച്ചു പോയി അമ്മേ, എന്നെ നശിപ്പിച്ചു എന്ന് പറയുന്നത്. എന്താണ് ഇതിലൂടെ നശിച്ചു പോകുന്നതാണ് ഒരു സ്ത്രീയുടെ ശരീരവും. അതൊക്കെ നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. അത് കാലം കഴിയുന്തോറും മാറി മാറി വരും. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ചേച്ചി. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇവരാരും അതിജീവിതമാരാണ് എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഇവരെല്ലാം പരാതിക്കാരികളാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ആശയും ഒരു പരാതിക്കാരിയാണ്.
അല്ലേ? അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് അടുത്ത് പിണങ്ങിയപ്പോൾ പരാതിയുമായി വന്നവർ, അത്രയുള്ള അവരെല്ലാം. ഈ ആശ കൃത്യമായി അപ്പോൾ പരാതി പറയുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൃത്യമായി പരാതി പറയുകയും അവര് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പേര് ആശ എന്നാണ്, ഞാൻ അതിജീവിതയോ ഇരയോ അല്ല എന്ന് പറയാനെടുത്തൊരു ആർജവം. ഈ പറയുന്ന KPCC പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും കത്ത് കൊടുത്ത ആളുകൾക്ക് അത് പറയാനുള്ള ആർജവം കാണിച്ചില്ല. അവർക്കെതിരെ എന്തെങ്കിലും പരാമർശം നടത്തി അതിജീവിതയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അടുത്ത് പറഞ്ഞ ആളിനെതിരെ കേസ് വരും. കാരണം ഇവരിങ്ങനെ ചെയ്തതിൽ എന്താണ് ന്യായം എന്ന് ആരെങ്കിലും ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഉടൻ കേസ് വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അല്ല, CPM ആകട്ടെ, എന്താണ് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ചാനലുകളൊക്കെ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും ഇരകൾക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ്. അപ്പോ ഈ സ്ത്രീക്കും നീതി കിട്ടണ്ടേ? CPM-ലെ ഒരു മുൻ MLA അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു മുൻ MLA-ക്കോ MP-ക്കോ ആർക്കോ ആയിക്കോട്ടെ, അതിപ്പോ രാഷ്ട്രീയം CPM ആകട്ടെ, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഒരാൾക്കെതിരെ ഒരു പരാതി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു അതിജീവിത വരുമ്പോ എല്ലാവർക്കും നമ്മൾ എടുക്കേണ്ട നിലപാടൊന്നല്ലേ? നീതി കിട്ടട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്, അതിജീവിതമാർക്കൊപ്പമാണെന്ന് പറയുമ്പോ കോൺഗ്രസിനെതിരെ വരുന്ന, അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് CPM പറയേണ്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം പറയേണ്ടത് ഞങ്ങൾ അതിജീവിതമാർക്കൊപ്പമാണ്, അത് കോൺഗ്രസിനെതിരെ വരുന്ന അതിജീവിതകൾക്ക് മാത്രമാണെന്ന് പറയാം. ബാക്കി എല്ലാവർക്കും നീതി കിട്ടണ്ടേ? ഇവർക്കെതിരെ ഇവര് പരാതി നൽകിയിട്ട് IFFK നടക്കുന്നതിന് മുന്നേ പറഞ്ഞ IFFK-യിൽ ഈ പറഞ്ഞ ആളെ പങ്കെടുപ്പിക്കില്ല എന്ന് വരെ വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു ഇവർക്ക്, ഇവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കോംപ്രമൈസ് ടോക്കിനായിരുന്നു ആൾക്കാർക്ക് താല്പര്യം. കാരണം പണ്ട് പറയും ഇനി ഇത് പരാതിയുമായി പോയാൽ നിനക്കേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ എന്ന ഉപദേശങ്ങളാണ് ഇവർ കൂടുതൽ കേട്ടത്. ഇങ്ങനെയാണോ ഒരു സ്ത്രീയോട് ഉപദേശിക്കേണ്ടത്? കാരണം ഇവിടെ ഫേക്ക് പരാതികൾക്കും ന്യായമില്ലാത്തവരും കൊണ്ടുപിടിച്ച പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ചാനലുകളെല്ലാം അവർക്ക് സപ്പോർട്ടുമായി ഏറ്റെടുത്ത് സപ്പോർട്ട് നൽകുന്നു. അപ്പൊ യഥാർത്ഥ പരാതിക്കാരിക്ക് ഇവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും ഈ IFFK-യിലെല്ലാം മറ്റേയാൾ ഈ ആർക്കെതിരാണോ പരാതി പറഞ്ഞ അയാൾക്ക് ഒരു കോട്ടവും ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? അയാൾ CPM ആയതുകൊണ്ടാണ്. അപ്പൊ ഇനി പീഡിപ്പിക്കാൻ നടക്കുന്നവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അതിന് മുന്നേ പോയി CPM-ൽ മെമ്പർഷിപ്പ് എടുക്കുക. CPM കാരനായതിനു ശേഷം പീഡിപ്പിച്ചാൽ അവർക്ക് ശിക്ഷയൊന്നും ലഭിക്കില്ല. അവൾക്കൊപ്പം, ഇരയ്ക്കൊപ്പം, നീതിക്കൊപ്പം, ഈ 3 കാര്യമാണ് CPM എനിക്ക് തോന്നുന്നു ഒരു ടാഗ് ലൈൻ പോലെ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം PR കപ്പിൽ ചായ കുടിക്കുന്ന മുഖ്യമന്ത്രി അതൊരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് മറ്റൊരു സ്ത്രീ CPM-നെതിരെയോ അല്ലെങ്കിൽ CPM-ന് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും എതിരെ പരാതി കൊടുക്കുമ്പോൾ അവിടെ ഇരയ്ക്കൊപ്പമല്ല, അവൾക്കൊപ്പമല്ല, നീതിക്കൊപ്പമല്ല, ഞങ്ങളുടെ പാർട്ടിക്കാരനൊപ്പം എന്ന നിലപാടെടുക്കുമ്പോൾ അതെന്താ കേരളം കാണുന്നില്ല? ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇത്രയും കത്തിച്ചു വിട്ട സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആ ആർജവം ഈ CPM-കാരനെതിരെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കാരനെതിരെ എടുക്കുന്നില്ല? അല്ല, ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ആ പരാതിയിൽ മുഖ്യമന്ത്രി കണ്ടില്ല, അതിനടയിരിക്കുകയാണ്. അതിപ്പോ എന്ന് വിരിഞ്ഞു വരുമെന്ന് കാത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇപ്പോ ഈ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ അനാവശ്യമായ പരാതികൾ കൊടുക്കുന്നവർ ചെയ്യുന്ന ദ്രോഹം ആരോടാണ്? യഥാർത്ഥ പരാതിക്കാരികളെയാണ്, അവരോടാണ് ഇവർ ഈ ദ്രോഹം ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. നടക്കുന്ന വേറൊരു കാര്യം ഞാൻ പറയാം. CPM സൈബർ ഹാൻഡിലുകൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇടത് സൈബർ ഹാൻഡിലുകൾ പറയാൻ പോകുന്നത് ആശയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഇവരുടെ സ്വഭാവ ഹത്യ ചെയ്യാനായിരിക്കും ഇനി അടുത്ത് കാണിക്കുന്നത്. അടുത്തത് 2 രീതിയാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് കെട്ടിയിറക്കിയതാണ് ആശയെ എന്നൊരു ആരോപണം. 2, ഏതൊക്കെ തരത്തിൽ ഈ സ്ത്രീയെ അപമാനിക്കാമോ, ചെയ്യാമോ അതിവര് ചെയ്യും. അതിൻ്റെ അകത്ത് യാതൊരു തർക്കവും ഇല്ല. ചേച്ചി നോക്കിയിരുന്നോ, ഇവരെ എത്രത്തോളം സൈബർ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ CPM ചെയ്യും. ആ സമയത്ത് അവർക്ക് ഇരയ്ക്കൊപ്പവുമല്ല, നീതിക്കൊപ്പവുമല്ല, അവൾക്കൊപ്പവുമല്ല. അല്ല, ഉഭയസമ്മത പ്രകാരം നടത്തിയ ലൈംഗിക വീഴ്ചകൾക്കും നടത്തിയ ഭ്രൂണഹത്യക്കും എതിരെയായിരുന്നു ഇവിടെ മുഴുവൻ പോരാട്ടം നടന്നിരുന്നത്. അബോർഷൻ ചെയ്ത ലിംഗനിർണ്ണയം പോലും നടത്തി. ഇവിടെ ചില മാധ്യമ പ്രവർത്തകർക്ക് അതിന്റെ ലിംഗനിർണ്ണയം വരെ കൊള്ളായിരുന്നു. അവരൊരു ലാബ് തുടങ്ങിയെങ്കിൽ ഇവിടെയുള്ള ഗർഭിണികളെല്ലാം 3-ാം മാസത്തിലെ പോയി ലിംഗനിർണ്ണയം നടത്താൻ പറ്റുന്നു. കുഞ്ഞുങ്ങൾക്ക് പേര് വരെ കൊടുത്താണ് അവർ അനുശോചന കുറിപ്പുകൾ എഴുതിയത്. അപ്പോ ഈ ഒരു ആശ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ നീതിക്കായി ഇവിടെ സമൂഹത്തിന് മുന്നിൽ യാചിക്കുമ്പോൾ ഈ സ്ത്രീകൾ ആരും കാണുന്നില്ല. ഈ മാധ്യമ പ്രവർത്തകരില്ല, സാഹിത്യകാരന്മാരില്ല, ആരുമില്ല. ആർക്കും ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കില്ല. കാരണം CPM-കാരൻ. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്ത്രീകളെ എടുത്താൽ ഒരു ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ മോശം അനുഭവം ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് പോലും നീതി കിട്ടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇനി മുതൽ. ഞാൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു, എനിക്ക് മോശം അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ CPM-കാരുമായി ചേർന്ന് നിന്നാൽ എനിക്ക് ഒരുപക്ഷെ നീതി കിട്ടും. മറിച്ച് മറ്റൊരു പാർട്ടിയാണെങ്കിൽ അതിലും പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു യുവജന നേതാവ് നീ 9-ാം മാസത്തിൽ തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട പെൺകുട്ടിക്ക് നീതി ലഭിച്ചായിരുന്നു?
ഇല്ല ഇല്ല. ആ വെല്ലുവിളിച്ചവൻ ഇപ്പോഴും പാർട്ടി ലേബലിൽ ഞെളിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. പിന്നെ അല്ലാതെ എത്രയോ CPM പാർട്ടിക്കാർ CPM ചേർന്നെന്ന് പറഞ്ഞ് ഇരയ്ക്കല്ല നീതി കിട്ടുന്നത്. ഈ പീഡിപ്പിക്കാനുള്ള ഒരു ലൈസൻസ് വേണമെങ്കിൽ CPM മെമ്പർഷിപ്പ് എടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ അവിടെ നീതിയൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, ഇനിയെങ്കിലും ഇവര് പറയണം തൊഴിലാളികളുടെ പാർട്ടിയാണ്, സ്ത്രീപക്ഷ നിലപാടുള്ള, ദയവ് ചെയ്ത് സ്ത്രീപക്ഷ നിലപാടുള്ള പാർട്ടി എന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ ഒരു ലേബൽ എടുത്തു മാറ്റണം. അത് സ്ത്രീകളെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ്. ചിലപ്പം എനിക്ക് തോന്നുന്നത് അവരുടെ മറ്റേ മെഷീൻ കേടായിരിക്കുന്നുണ്ടായിരിക്കും തീവ്രത അളക്കുന്നത്. അപ്പൊ CPM കാരനാകുമ്പോൾ അവർ തന്നെയാണ് അളക്കുന്നത്. അവർക്കറിയാലോ മെഷീൻ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ആ മെഷീൻ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഇതുവരെ അതിൽ നടപടിയൊന്നും ഉണ്ടാവുക. അല്ല, ഇനിയിപ്പോ മെഷീൻ ശരിയായാലും തീവ്രത കുറഞ്ഞതായിരിക്കും, ഉറപ്പല്ലേ?